ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതിന് മുൻപ് ഞാൻ ചൈനീസ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലുള്ള റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ചൊരു ഇന്ത്യൻ ടച്ചും കൂടി വരുന്ന രീതിയിലുള്ളൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള ചോറ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ബസ്മതി അരി ആയാലും മതി. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ജീരകശാല അരി യൂസ് ചെയ്താൽ ഒരു നാടൻ ടേസ്റ്റ് വരില്ലേ എന്നുള്ള സംശയം വേണ്ട. നല്ല ടേസ്റ്റിയാണ്. ആ അരിയുടെ ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ, അതും കൂടി വരുമ്പം ശരിക്കും ഫ്രൈഡ് റൈസ് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറേ വെള്ളം ഒഴിച്ച്, കറക്റ്റ് വെള്ളത്തിന് അളവില്ല, നിറയെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചോറൊട്ടും വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. ചോറിങ്ങനെ തമ്മിൽ ഒട്ടാത്ത രീതിയിൽ തന്നെ വേവിച്ച് വെക്കണം. ആ ഒരു പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കണം. പിന്നെ അതുപോലെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുകയും വേണം. ചോറ് വേവിച്ച് ഉടനെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കരുത്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകും, ചൂടോടുകൂടി മിക്സ് ചെയ്താൽ. അപ്പോൾ കുറച്ച് സമയം നേരത്തെ വെക്കുക. ഒരു 2-3 മണിക്കൂറെങ്കിലും നേരത്തെ ചോറ് വേവിച്ച് വെക്കുക. കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് 1 കപ്പ് ജീരകശാല അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ഫ്രൈഡ് റൈസിനായിട്ട് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചെറിയ പീസുകളായിട്ട് ആദ്യം ഒന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കണ്ട, നമ്മളിനി ഇത് അരച്ചാണ് എടുക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഒരല്പം എണ്ണ ഒഴിക്കുക. വളരെ കുറച്ച് മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്കൊരു 1 നുള്ള് ജീരകം ഇട്ട് കൊടുക്കുക. നമ്മൾ തോരനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ജീരകമാണ്. ജീരകത്തിൻ്റെ അളവ് കൂടരുത്, 1 നുള്ള് മതി. ഇനി ഇതിനകത്തേക്ക് 1 നുള്ള് തന്നെ കായവും കൂടി ചേർക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന സാധാ കായമാണ്, അതും 1 നുള്ള് ഇട്ട് കൊടുക്കാം. ജീരകവും കായവും ഞാൻ ഈ പറഞ്ഞ അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ, കൂടിപ്പോകരുത്. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് പെട്ടെന്നൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി സമയം വേണ്ട, ജസ്റ്റ് ആ എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് വരണം, നല്ലൊരു ഫ്ലേവർ അതിന് വരണം. ആ പച്ചമുളകിൻ്റെ കളറ് മാറുമല്ലോ വേവുമ്പോൾ, ചെറിയൊരു ആ നല്ല പച്ച കളറ് മാറും. അതുവരെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അതെ വെള്ളമൊക്കെ വറ്റി പച്ചമുളകും ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ആ മുളകിൻ്റെ കളറ് കണ്ടോ, നല്ല പച്ച കളർ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുവാണ്. വൈറ്റ് വിനീഗറാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അതും യൂസ് ചെയ്യാം. വിനീഗറിന് പകരം നാരങ്ങ നീര് ചേർക്കാവോ എന്നുള്ള സംശയം നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ശരിക്കുമുള്ള ഈ സോസിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വിനീഗർ തന്നെ ചേർക്കണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വിനീഗർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നാരങ്ങ നീര് ഒഴിച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ആ സോസിനൊരു മധുരവും പുളിയും ചേർന്നൊരു ടേസ്റ്റ് അല്ലേ, അതിനായിട്ടാണ് ഒരല്പം പഞ്ചസാര ഇട്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. കുറച്ചേ ഉള്ളതുകൊണ്ട് അരയാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. അരയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വിനീഗർ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പറ്റുന്നിടത്തോളം നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഇഞ്ചിയും പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീരകം കുറച്ചൊക്കെ അതുപോലെ കിടപ്പുണ്ടാവും കേട്ടോ. പക്ഷേ അത് കുഴപ്പമില്ല. ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും ഫ്രൈഡ് റൈസിന് ഉണ്ടാവത്തില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഗ്രീൻ ചില്ലി സോസ് ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ സോസിന്. ഈ രീതിയിലാണ് ഗ്രീൻ ചില്ലി സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫ്രൈഡ് റൈസിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരല്പം ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വരും. അത് നീളത്തിന് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഒഴിച്ച് ബാക്കി വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും, ഇതിന് കറക്റ്റ് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. പിന്നെ ഒരു കാര്യം, ക്യാപ്സിക്കം ഒഴിവാക്കരുത് കേട്ടോ, ചേർക്കാതിരിക്കരുത്. കാരണം ആ ഫ്രൈഡ് റൈസിൻ്റെതായ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ക്യാപ്സിക്കം. അപ്പോൾ കുറച്ചെങ്കിലും അത് ചേർക്കണം. ഇനി ഒരു ബൗളിൽ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. എഗ് ഫ്രൈഡ് റൈസ് ആണല്ലോ, അപ്പോൾ 3 മുട്ട വേണം. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. ഈ ഫ്രൈഡ് റൈസിൽ ഞാൻ വേറെ കുരുമുളക് പൊടി ചേർക്കില്ല കേട്ടോ, ഇതിനകത്ത് ചേർക്കുന്നതേ ഉള്ളൂ. കാരണം സോസിനൊക്കെ കുറച്ച് എരിവുണ്ടാവും, അപ്പോൾ വേറെ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയാകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചിക്കി എടുക്കണം. ഞാനിത് കുറച്ച് വലിയ പീസുകളായിട്ട് കിടക്കുന്ന രീതിയിലാണ് ചിക്കി എടുക്കാൻ പോകുന്നത്. തീരെ ചെറുതാക്കുന്നില്ല. ഫ്രൈഡ് റൈസ് കഴിക്കുമ്പം ആ മുട്ടയുടെ പീസുകളൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിൽ ചിക്കി എടുത്താൽ മതി. പക്ഷെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, കുറച്ചും കൂടി മുട്ട ചെറുതായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേ മുട്ട ഞാൻ ഇതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി കേട്ടോ, ഇതിലും ചെറുതാവണ്ട. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ നല്ലതായിട്ട് വഴറ്റാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം കേട്ടോ, തീരെ കുറഞ്ഞു പോരുത്. ഈ പച്ചക്കറികളും ചോറും ഒക്കെ എണ്ണയിലൊന്നും മൊരിയുന്ന രീതിയിൽ കിട്ടുന്നതാണ് ഫ്രൈഡ് റൈസിന് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കാം. കളറൊന്നും മാറരുത് കേട്ടോ, ജസ്റ്റ് ആ പച്ചപ്പൊന്ന് മാറിയാൽ മതി. ഇത്രയും മതി. ഇനി ഇതിനകത്ത് ക്യാരറ്റ് അരിഞ്ഞതും ക്യാപ്സിക്കവും ചേർക്കാം. ക്യാബേജ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ ക്യാരറ്റും ക്യാപ്സിക്കവും ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ക്യാബേജ് ചേർത്താൽ മതി. ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറച്ച് സമയം ഒന്ന് ഇളക്കിയാൽ മതി. അതൊന്ന് വാടിയാൽ മതി, മനസ്സിലായോ? ഒത്തിരി വെന്ത് പോകണ്ട. കഴിക്കുമ്പം ചെറിയ പച്ചക്കറികളുടെ ഒരു കരുകരുപ്പ് ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാബേജും ചേർത്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് വാടിപ്പോവും. അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം ക്യാബേജ് ചേർത്താൽ മതി. പിന്നെ ഈ വെജിറ്റബിൾസ് അടച്ചു വെച്ചൊന്നും വേവിക്കരുത് കേട്ടോ, ഇതിങ്ങനെ എണ്ണയിൽ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ തന്നെ അത് ആവശ്യത്തിന് വാടിക്കൊള്ളും. അപ്പോൾ ഇത് രണ്ടും ആവശ്യത്തിനൊന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ക്യാബേജും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ക്യാബേജ് ഒത്തിരി വാടിപ്പോകണ്ട, ജസ്റ്റ് ഒരു അര മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പിടുവാണ് കേട്ടോ. ഈ പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കാരണം ചോറ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ മുട്ടയിൽ ഉപ്പുണ്ട്, സോസുകളിലും ഒക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറികൾക്ക് വേണ്ട ഉപ്പ് മാത്രം ഒരല്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയും മതി. എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോസുകൾ ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്ന സ്പൂൺ ഇതാണ് കേട്ടോ, ഇത് 1 ടീസ്പൂണാണ്. അതിനകത്ത് 2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, ഗ്രീൻ ചില്ലി സോസ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് ഫുള്ള് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി സമയം വഴറ്റണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും പച്ച ചൊവയൊന്നും കാണത്തില്ല, നമ്മൾ വേവിച്ചിട്ടാണല്ലോ അരച്ചത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒത്തിരി സമയം വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചോറ് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂട് ചോറാണെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോകും. അപ്പോൾ കുറച്ച് തണുത്ത് ഇരിക്കുന്ന ചോറാണെങ്കിൽ നല്ലതായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടും. നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ടയും കൂടി ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഫ്ലെയിം തീരെ കുറച്ച് വെക്കരുത്. മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ തന്നെ ഇടണം. എന്നാലേ ഈ ചോറും പച്ചക്കറികളൊക്കെ കുറച്ചൊന്ന് മൊരിഞ്ഞ രീതിയിലൊക്കെ കിട്ടത്തുള്ളൂ. ഇനി ഇത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പാൻ ഇങ്ങനെ തട്ടി ഇതുപോലെ കുടഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. കുഴഞ്ഞു പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് ഏകദേശം റെഡിയാണ്. ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് നല്ലെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണ എന്ന് വെച്ചാൽ സെസമി ഓയിൽ അല്ലെങ്കിൽ ജിഞ്ചലി ഓയിൽ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ കടകളിലും കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇതിനകത്ത് ഒരു ടീസ്പൂൺ ചേർത്താൽ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. നല്ലെണ്ണ ഉണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ അവസാനം ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില കൂടി പോകരുത്, ഒരു 1-2 ടീസ്പൂൺ മാത്രം മതി. ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയൻ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒരു ഇന്ത്യൻ ഫ്ലേവറും കൂടി ചേർത്തിട്ടുള്ളൊരു സാധനമാണ്. സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് സ്പ്രിംഗ് ഓണിയൻ ഒന്നുമില്ല. ഇതുപോലെ കുറച്ച് മല്ലിയില ചേർത്താൽ മതി. മല്ലിയിലയുടെ ഫ്ലേവർ കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി
എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.